നമസ്കാരം. അരവിന്ദ് സ്വീക്കിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആരോഗ്യ സംരക്ഷണത്തിന്റെ മാതൃക എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടക്കുന്ന ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഇത്തവണത്തെ സീസണ് സമാപനമായിരിക്കുകയാണ്. ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന ഫിറ്റ്നസ് ചലഞ്ചിൽ ദുബായിയുടെ വിവിധയിടങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് പങ്കെടുത്തത്. ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം രാജ്യത്തെ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക എന്ന ദുബായിയുടെ സന്ദേശം രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് ഇത്തവണത്തെ ഫിറ്റ്നസ് ചലഞ്ച് സമ്മാനിച്ചത്. ആരോഗ്യമുള്ള ശരീരത്തിന്റെയും ആരോഗ്യമുള്ള മനസ്സിന്റെയും ഉടമകളാക്കി ജനങ്ങളെ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നേതൃത്വം നൽകുന്ന ഫിറ്റ്നസ് ചലഞ്ചിന്റെ പുതിയ പതിപ്പിൽ പ്രത്യേകതകൾ ഏറെയായിരുന്നു. പ്രായഭേദമന്യേ വ്യായാമത്തിന്റെ പ്രാധാന്യം ഉറക്കെ പറയുന്ന നിരവധി കാഴ്ചകൾ. ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഭാഗമായി നടന്ന യോഗ, സൈക്കിൾ റൈഡ്, നീന്തൽ, ബൈക്ക് റൈഡ് എന്നിങ്ങനെ വിവിധ പ്രവർത്തനങ്ങളിൽ വൻ ജനപങ്കാളിത്തമുണ്ടായിരുന്നു. അതിൽ തന്നെ സ്ത്രീകളുടെ പങ്കാളിത്തമായിരുന്നു ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു നഗരം സൈക്കിളുകൾ കീഴടക്കുന്ന കാഴ്ചയായ ദുബായ് റൈഡ് ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് ആയിരങ്ങളാണ് പങ്കെടുക്കാനെത്തിയത്. ഷെയ്ഖ് സായിദ് റോഡിലൂടെയുള്ള 12 കിലോമീറ്റർ, ഡൗൺ ടൗൺ ദുബായിലൂടെയുള്ള 4 കിലോമീറ്റർ എന്നിങ്ങനെ 2 റൂട്ടുകളാണ് റൈഡിനുണ്ടായിരുന്നത്. റൈഡിനായി നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്താണ് ഓരോരുത്തരും പങ്കെടുത്തത്. പങ്കെടുക്കുന്നവരുടെ സൗകര്യാർത്ഥം വ്യത്യസ്ത പോയിന്റുകളും അധികൃതർ ഒരുക്കിയിരുന്നു. ആവേശത്തോടെ പങ്കെടുത്ത് ആരോഗ്യധനമാണ് സർവ്വധനാൽ പ്രധാനമെന്ന് ഉറക്കെ പറഞ്ഞാണ് ഓരോരുത്തരും ഈ രാജവീഥിയോട് വിട പറഞ്ഞത്. ദുബായിയുടെ രാജവീഥി മനുഷ്യക്കടലാകുന്ന കാഴ്ചയായിരുന്നു ഫിറ്റ്നസ് ചലഞ്ചിന്റെ കൊട്ടിക്കലാശമായ ദുബായ് റണ്ണിൽ കാണാനായത്. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ അന്നേ ദിവസം പുലർച്ചെ മുതൽ ദുബായിയുടെ രാജവീഥിയിലേക്ക് ഒഴുകിയെത്തി. ഇടവേളകളില്ലാതെ ദുബായ് മെട്രോ ആളുകളെ എത്തിച്ചു. ഓട്ടക്കാർക്ക് 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ എന്നിങ്ങനെയുള്ള റൂട്ടുകൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു. 5 കിലോമീറ്റർ റൂട്ട് ഷെയ്ഖ് സായിദ് റോഡിൽ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിന് സമീപത്തു നിന്നാണ് ആരംഭിച്ചത്. ബുർജ് ഖലീഫ, ദുബായ് ഒപ്പറ വഴി സഞ്ചരിച്ച് ദുബായ് മോളിനടുത്ത് അവസാനിക്കുന്ന രീതിയിലായിരുന്നു ഇത്. മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിനടുത്ത് നിന്ന് ആരംഭിക്കുന്ന 10 കിലോമീറ്റർ റൂട്ട് ദുബായ് കനാൽ ബ്രിഡ്ജ് കടന്ന് DAFC ഗേറ്റിനടുത്താണ് സമാപിച്ചത്. ലോകത്തെ ഏറ്റവും വലിയ ഫൺ റൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പരിപാടിയായിരുന്നു ഇത്. പരിപാടിക്ക് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം തന്നെ നേരിട്ടെത്തിയത് ആളുകളെ ആവേശഭരിതരാക്കി. പുലർച്ചെ മുതൽ ഷെയ്ഖ് സായിദ് റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് ദുബായ് റണ്ണിനുള്ള സാഹചര്യവും അധികൃതർ ഒരുക്കിയത്. അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടാണ് ദുബായ് റണ്ണിൽ പങ്കെടുക്കുന്നത്. 2 വർഷം ഇവിടെ നിൽക്കുന്നത്. പക്ഷേ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ ദുബായ് മാളിൽ എത്തിയിട്ടുണ്ട്. ശരിക്കും പൊളിച്ചടക്കിയിട്ട് ഞങ്ങളെല്ലാം എൻജോയ് ചെയ്തു. A4 അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ടീമാണ് ഞങ്ങൾ. സൂപ്പർ, പൊളിച്ചടക്കി. UAE നടന്ന ഒരു തെയ്യത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. കളിയാട്ടം UAE ആണ് തെയ്യക്കോലങ്ങളെ UAE-ലെത്തിച്ചത്. ഒരു അപൂർവ അനുഭവം സ്വന്തമാക്കാനായതിന്റെ സന്തോഷത്തിലാണ് UAE-ലെ മലയാളികൾ. വടക്കേ മലബാറുകാരുടെ പ്രധാന തെയ്യങ്ങൾ ഉൾപ്പെടുന്ന കടവാങ്കോട്ട് മാക്കവും മക്കളുമാണ് അജ്മാനിൽ കുട്ടിയാടിയത്. ആദ്യമായാണ് ഇവിടെ കടവാങ്കോട്ട് മാക്കവും മക്കളായ ചാത്തുവും ചീരുവും മറ്റ് തെയ്യങ്ങളും കെട്ടിയാടിയത്. കളിയാട്ടം UAE സംഘാടക സമിതിയാണ് തെയ്യക്കോലങ്ങൾ കെട്ടിയാടിച്ചത്. അജ്മാൻ വിന്നേഴ്സ് സ്പോർട്സ് ഗ്രൗണ്ടിലായിരുന്നു രാവിലെ മുതൽ രാത്രി വരെ നീണ്ടുനിന്ന കളിയാട്ടം നടന്നത്. പുലർച്ചെ സൂര്യകാലടി സൂര്യൻ ജയസൂര്യൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടെയാണ് കളിയാട്ടത്തിന് തുടക്കമായത്. തുടർന്ന് തെയ്യങ്ങളുടെ വെള്ളാട്ടം അരങ്ങേറി.
രാവിലെ 11 മുതൽ മാക്കത്തിന്റെയും മക്കളുടെയും കഥ പറഞ്ഞുകൊണ്ട് തോറ്റം അവതരിപ്പിച്ചു. തെയ്യം കാണാനെത്തിയവർക്ക് അന്നദാനവും ഉണ്ടായിരുന്നു. വൈകിട്ട് വിഷ്ണുമൂർത്തി തെയ്യത്തിന് ശേഷമാണ് കടവാങ്കോട്ട് മാക്കവും മക്കളും പുറപ്പാടായത്. EP നാരായണ പെരുവണ്ണാൻ പ്രധാന അമ്മദൈവമായ കടവാങ്കോട്ട് മാക്കത്തിന്റെ കോലാധാരിയായി. മക്കളായ ചാത്തു, ഷൈജു പെരുവണ്ണാനും ചീരു, രാജൻ മണക്കാടനും കെട്ടിയാടി. EP നാരായണ പെരുവണ്ണാനെ ചടങ്ങിൽ ആദരിച്ചു. പ്രവാസ നാട്ടിൽ തെയ്യങ്ങളെ ഒന്നിച്ചു കാണാനുള്ള അവസരം ലഭിച്ചതിലുള്ള സന്തോഷത്തിലായിരുന്നു പ്രവാസികളെല്ലാവരും. UAE പുരാതനമായ പള്ളികളിൽ ഒന്നായ സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി പുനർനിർമ്മിച്ച് വിശ്വാസികൾക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ്. 50 വർഷത്തിലേറെ പാരമ്പര്യമുള്ള പള്ളിയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. UAE 1968 65 അംഗങ്ങളായ ഒരു കോൺഗ്രേഷനായി തുടങ്ങിയ സഭയ്ക്ക് UAE രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാനാണ് അന്ന് ഖാലിദിയയിൽ ചർച്ച് നിർമ്മിക്കാൻ സ്ഥലം അനുവദിച്ചത്. ഷെയ്ഖ് സായിദ് തന്നെ ശിലയിട്ട ദേവാലയത്തിൽ 1971 ഡിസംബർ 1 ആദ്യ പ്രാർത്ഥന നടന്നിട്ട് ഇപ്പോൾ 53 വർഷം. 53 വർഷങ്ങൾക്കിപ്പുറം 1.5 കോടി ദിർഹം ചെലവിൽ പള്ളി പുനർനിർമ്മിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അബുദാബി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിനെ കുറിച്ച് ഒരു വാക്ക് നമ്മൾ അനുസ്മരിക്കുകയാണെങ്കിൽ 1968 കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും ഈ UAE മണ്ണിലേക്ക് കുടിയേറിയ പിതാക്കന്മാർ അവരുടെ ഒരു വലിയ പ്രാർത്ഥനാ സംഗമം 1968 ആരംഭിച്ചു. 68 തന്നെ അത് കോൺഗ്രിഗേഷനായി രൂപപ്പെടുകയും സഭയുടെ പ്രോത്സാഹന പ്രകാരം നിർദ്ദേശപ്രകാരം 1970 പുതിയ ഇവിടെ ഒരു ദേവാലയത്തിന് പ്രത്യേകിച്ച് ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായ ഹിസ് ഹൈനസ് ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ അദ്ദേഹം തറക്കല്ലിട്ട് ആരംഭിച്ചതാണ് ഈ ദേവാലയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഒരേ സമയം 2000 ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ സൗകര്യമുള്ള UAE ഏറ്റവും വലിയ ദേവാലയങ്ങളിൽ ഒന്നായ കത്തീഡ്രൽ ഒട്ടേറെ പുതുമകളോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ദേവാലയത്തിൻ്റെ ഔട്ടർ ഡിസൈൻസ് മുഴുവൻ ഈ രാജ്യത്തിൻ്റേതായിട്ടുള്ള ഒരു അഭിരുചിക്കനുസരിച്ചാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. ഇപ്പോൾ കേരളത്തിലെ ഒരു പള്ളിയുടെ രൂപകൽപ്പന അല്ല, ഒരു ഡിസൈൻ അല്ല ഇതിൻ്റെ ബാഹ്യമായ രൂപം. ഇന്നർ സൈഡ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ബാഹ്യ സൈഡ് ഈ രാജ്യത്തിൻ്റേതായിട്ടുള്ള ഒരു രൂപകൽപ്പനയാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. UAE സഹിഷ്ണുതയുടെയും മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും മറ്റൊരു മാതൃക കൂടിയാവുകയാണ് പള്ളി. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമത്തിൽ സ്ഥാപിച്ച ദേവാലയത്തിൽ മദ്ബഹ, ക്രിസ്തുവിന് ജനനം മുതൽ സ്വർഗാരോഹണം വരെയും
പരസ്യ ശുശ്രൂഷയിലൂടെ നടത്തിയ അത്ഭുതങ്ങൾ, ഉപമകൾ എന്നിവയാണ് ദേവാലയത്തിന് ചുറ്റുള്ള ഗ്ലാസുകളിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. പൗരാണിക പാരമ്പര്യത്തെ ഓർമ്മിപ്പിക്കുന്ന നാടകശാല എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നെത്തിയ 10 കലാകാരന്മാർ 4 മാസമെടുത്താണ് ഈ കൊത്തുപണികൾ പൂർത്തിയാക്കിയത്. ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇതുവരെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ രാജ്യത്തിലെ നിയമങ്ങൾ പാലിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന ഓരോ വ്യക്തികളെയും ഉൾക്കൊള്ളാൻ, അത് മത വ്യത്യാസമില്ലാതെ എന്തെങ്കിലും സഹായങ്ങൾ അഭ്യർത്ഥിച്ചു വന്ന് ഇവിടെ വരുമ്പോൾ ഇടവകയിലെ എല്ലാവിധമായ കൈത്താങ്ങൽ നൽകിയിട്ടുണ്ട്. അതൊരു പക്ഷേ ജോലി സംബന്ധമായി ഇവിടെ ഒരു ജോലി അന്വേഷിച്ച് വരുവാണെങ്കിൽ അങ്ങനെ, സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ അങ്ങനെ, അതുപോലെ തന്നെ ഒരു പ്രയാസം വന്ന് നാട്ടിലേക്ക് പോകുന്ന എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇടവക ഒന്നായി കൂടെ നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യമേ ഓർമ്മിപ്പിച്ചതുപോലെ ഐക്കനോഗ്രഫിയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട് കാണുന്നത്. ഐക്കനോഗ്രഫിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 40 ദിവസക്കാലം പിതാക്കന്മാർ പ്രാർത്ഥിച്ച് അവരുടെ മനസ്സിൽ വരുന്ന ഈ സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങൾ വരച്ചെടുത്ത് പ്രാർത്ഥനാപൂർവ്വം സമർപ്പിക്കുന്ന ചിത്രവൈഭവങ്ങളാണ് ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ കാണുന്നത്. പുറമേ കാണുന്നതായ ഈ നമ്മുടെ സ്ട്രക്ചർ, പ്രത്യേകിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഒരു പൗരാണിക ദേവാലയത്തിൻ്റെ സ്ട്രക്ചറിന് വിപരീതമായിട്ടുള്ള ഈ രാജ്യത്തോടുള്ള ടോളറൻസിൻ്റെ ഭാഗമായിട്ടുള്ള സ്ട്രക്ചറാണ് രൂപകൽപ്പന നൽകിയത്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ സ്ട്രക്ചറും ഇൻറ്റീരിയർ ഡിസൈനിങ്ങും കാര്യങ്ങളുമെല്ലാം അതിന് വേണ്ടതായ എല്ലാ ക്രമീകരണം ചെയ്തത് ഞങ്ങളുടെ ഇടവകയിലെ അംഗങ്ങൾ തന്നെ രൂപകൽപ്പന നൽകിയതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൺസൾട്ടൻറ്റിന് മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് ക്രമീകരിച്ചത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഇടവകയിൽ വന്ന് ഒട്ടുള്ള ആളുകൾ തന്നെയാണ്. പള്ളിയുടെ കൂദാശയും പ്രതിഷ്ഠയും മലങ്കര ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവയുടെ പ്രധാന കാർമ്മികത്വത്തിലും ബ്രഹ്മവാർ ഭദ്രാസന മെത്രാപ്പൊലീത്ത യാക്കോമാർ ഏലിയാസ്, ഒപ്പം ഡൽഹി ഭദ്രാസന മെത്രോപ്പൊലീത്ത യുഹനോൻ മാർ ദിമിത്രിയസിന്റെയും ചെന്നൈ ബാംഗ്ലൂർ ഭദ്രാസന സഹായ മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ പീലക്സിന്യൂസിന്റെയും സഹകാർമ്മികത്വത്തിലാണ് നടക്കുക. നിലവിൽ 2000-ഓളം കുടുംബങ്ങളാണ് ഇടവകയിലുള്ളത്. ആഴ്ചതോറും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ 6000-ലേറെ വിശ്വാസികളാണ് എത്തുന്നത്. ഇനി കുവൈറ്റിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. കുവൈറ്റിലെ ചരിത്ര പ്രാധാന്യമുള്ള ആ സാധു ഹൗസ് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഓരോ ദേശത്തിന്റെയും രാഷ്ട്രങ്ങളുടെയും എല്ലാം ചരിത്രം രേഖപ്പെടുത്തുന്നത് അത് വരും തലമുറകൾക്ക് അവരുടെ മുൻ തലമുറകളെക്കുറിച്ചുള്ള ബോധ്യത്തിനും സംസ്കാരങ്ങളിലും ജീവിത രീതികളിലും വന്ന മാറ്റങ്ങൾ തിരിച്ചറിയുന്നതിനുമാണ്. ഓരോ രാജ്യത്തും പ്രദേശങ്ങളിലും കാണാനാകുന്ന മ്യൂസിയങ്ങളും ചരിത്ര നിർമ്മിതികളുമൊക്കെ കാത്തുവെക്കുന്നതും വിനിമയം ചെയ്യുന്നതുമെല്ലാം ഇത്തരം വസ്തുതകൾ തന്നെയായിരിക്കും. ഈ ഗണത്തിൽപ്പെടുന്ന ചരിത്രമുറങ്ങുന്ന കുവൈറ്റിലെ ഒരു നിർമ്മിതിയാണ് കുവൈറ്റ് നഗരത്തിലെ പ്രധാന സാംസ്കാരിക കേന്ദ്രങ്ങളിലൊന്നായ സാധു ഹൗസ്. ൽ സമ്പന്ന കുവൈറ്റി വ്യാപാരി യൂസഫ് അൽ മർസൂഖ് നിർമ്മിച്ച അൽ സാധു ഹൗസ് കുവൈറ്റിലെ പുരാതന വീടുകളിൽ ഒന്നാണ്. കുവൈറ്റ് സിറ്റിയിലെ കടൽത്തീരത്തിന് അഭിമുഖമായി 4 തുറന്ന കോട്ടയാടുകൾ ഉൾക്കൊള്ളുന്ന വ്യത്യസ്ത ശൈലിയിലുള്ള രൂപകൽപ്പനയായിരുന്നു ഇതിന്റെ പ്രത്യേകത. വീട്ടിലെ അലങ്കാരങ്ങളും കറാച്ചിയിൽ നിന്ന് കൊണ്ടുവന്ന ജനാലകളിലെ ഇരുമ്പ് ഘടനകളും ഇന്ത്യൻ ശൈലിയെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. പ്രശസ്ത കുവൈറ്റി നിർമ്മാണ വിദഗ്ധനായ റാഷിദ് അൽ ബന്നായിയുടെ മേൽനോട്ടത്തിലായിരുന്നു നിർമ്മാണം. 1938 ഈ വീട് ഷെറീൻ ബഹ്ബഹാനി സ്വന്തമാക്കി. യൂറോപ്യൻ ശൈലിയിലുള്ള ദിവാനിയ റൂമുകൾ കൂടി ചേർത്തു ഈ വീടിനെ കൂടുതൽ വിപുലമാക്കി. 1970-കളിൽ കുവൈറ്റ് സർക്കാർ ഈ വീടിനെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. പിന്നീട് ദേശീയ കലാ സാഹിത്യ കൗൺസിൽ ഏറ്റെടുത്ത ഈ സ്ഥലം 1980-ൽ അൽ സാധു ഹൗസായി പുനരുദ്ധരിച്ചു.
കൂടാതെ കുവൈറ്റിന്റെ പാരമ്പര്യ നെയ്ത്തിന്റെ കേന്ദ്രസ്ഥാനമായും ഇത് മാറി. രണ്ടായിരത്തി 2006 വീടിന്റെ പ്രധാന ഘടന പുനരുദ്ധരിച്ചു. മരുഭൂമിയിലെ ഗ്രാമീണ നെയ്ത്തിൽ നിന്നും നഗരത്തിലെ ആധുനിക ശൈലികളിലേക്ക് മാറിയ കുവൈറ്റിനെ നെയ്ത്ത് പാരമ്പര്യത്തെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് ഇന്ന് സാധു ഹൗസ്. കുവൈറ്റ് സിറ്റിയിലെ ദേശീയ മ്യൂസിയത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന സാധു ഹൗസ് ഇന്ന് ഒരു സാംസ്കാരിക നിലയമായും പ്രവർത്തിക്കുന്നുണ്ട്. കുവൈറ്റിന്റെ പ്രാചീന വസ്ത്ര പാരമ്പര്യം മുതൽ ഇന്നത്തെ വസ്ത്രധാരണ രീതികളും പഴയകാലത്തെ നെയ്ത്ത് രീതികളുമൊക്കെ വളരെ വിശദമായി പ്രതിപാദിക്കുന്ന പ്രദർശനങ്ങളും മുൻകാലങ്ങളിൽ ഉപയോഗിക്കുന്ന നിരവധി വസ്തുക്കളുടെ പ്രദർശനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് കുവൈറ്റിന്റെ ചരിത്രപരമായ വസ്ത്രരീതികളെ പ്രധാനമായും മനസ്സിലാക്കി തരുന്ന സാംസ്കാരിക കേന്ദ്രമായി ഈ സ്ഥലം മാറിയിരിക്കുകയാണ്. നാടിന്റെ നെയ്ത്ത് പാരമ്പര്യത്തെ ഭാവി കാലത്തിനായി സംരക്ഷിക്കുക, പ്രാദേശികവും അന്താരാഷ്ട്ര തലങ്ങളിലും കുവൈറ്റിന്റെ സാധു നെയ്ത്ത് പാരമ്പര്യത്തെ അറിയിക്കുക, കുവൈറ്റ് സമൂഹത്തിന്റെ വസ്ത്ര പാരമ്പര്യത്തെ ആദരിക്കുകയും അവബോധം സൃഷ്ടിക്കുകയും ചെയ്യുക തുടങ്ങിയവയാണ് സാധു ഹൗസ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. നാടിന്റെ ചരിത്രം അല്ലെങ്കിൽ ജീവിത രീതി അറിയാൻ നമ്മുടെ വസ്ത്രങ്ങൾ പോലും പിൽക്കാലത്ത് ഉപകാരപ്പെടുമെന്നതിന് ഏറ്റവും വലിയ തെളിവായി നിൽക്കുകയാണ് കുവൈത്തിലെ സാധു ഹൗസ്. നിർമ്മാണ വ്യവസായ മേഖലയിലെ പുത്തൻ ചലനങ്ങൾ പരിചയപ്പെടുത്തുന്ന ബിഗ് 5 ഗ്ലോബൽ എക്സിബിഷന് ദുബായിൽ സമാപനമായിരിക്കുകയാണ്. 60-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 2500-ലേറെ പ്രദർശകരാണ് ഇത്തവണത്തെ മേളയിൽ പങ്കെടുക്കാനെത്തിയത്. ഓരോ കാലത്തും വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന മേഖലയാണ് നിർമ്മാണ മേഖല. സുരക്ഷയ്ക്കും സുസ്ഥിര നിർമ്മാണ സാധ്യതകൾക്കും ഊന്നൽ നൽകുന്ന നിരവധി കാഴ്ചകളുമായാണ് ഇത്തവണത്തെ പ്രദർശനം മുന്നോട്ട് പോയത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന പ്രദർശനത്തിൽ പങ്കെടുക്കാനായി 60 രാജ്യങ്ങളിൽ നിന്നുള്ള 2500 പ്രദർശകരാണ് എത്തിയത്. സാനിറ്ററി ടൈൽസ്, വാട്ടർ ഹീറ്ററുകൾ, ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വലിയ നിരയുമായാണ് വീട്ടുപകരണങ്ങളുടെ പ്രമുഖ ലക്ഷറി ബ്രാൻഡായ മിലാനോ ബൈ ഡാന്യൂബ് പ്രദർശനത്തിനെത്തിയത്. ഇത് 18ാമത്തെ വർഷമാണ് മേളയിലെ കമ്പനിയുടെ സാന്നിധ്യമെന്ന് അധികൃതർ പറഞ്ഞു. Well, I have been in this country for the last 30 years and I have seen this Big 5 show, which is the largest exhibition for construction. And being a building material company and a real estate company, we have to participate here for two important reasons. One is networking with the old customers, and secondly, getting new customers who come from across the world, because this fair is very well known across the world. So we have provided particularly for sanitary in many different offers. For the water heater, we've given the most discounted prices for these 4 days, be it for a WC or some particular mixtures or for shatafs also. Yeah. So the offers why we've given is because we want to attract all the customers from around the world, as we want to take Milano globally, be it for Africa or any Arab countries or all over the world. താപനില ക്രമീകരിക്കാനുള്ള സൗകര്യവും കപ്പ് വാഷറും എല്ലാം അടങ്ങിയ മിലാനോയുടെ പിയാനോ കിച്ചൺ സിങ്ക് മേളയിൽ എത്തുന്നവർക്ക് വലിയ കൗതുകമായി മാറുകയാണ്. We are there, of course, online. People can see our products in the website. We are not selling in particular online, but we have many shops there where customers are coming and seeing the product. 1,00,000-ലധികം ആളുകളാണ് മേള സന്ദർശിക്കാനായി എത്തിയത്. അറേബ്യ ദിസ് വീക്കിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറേബ്യൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറേബ്യ ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.